അക്ഷരനഗരിയുടെ ആവേശം വോട്ടായി മാറിക്കഴിഞ്ഞു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കനത്ത പോളിംഗാണ് ഇത്തവണ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് രാത്രി വൈകിയും തുടരുകയായിരുന്നു. കോട്ടയം മണ്ഡലത്തിലെ ആർപ്പുക്കര അടക്കമുള്ള ബൂത്തുകളിലെ പോളിംഗാണ് 6 മണി കഴിഞ്ഞ് രാത്രിയിലേക്ക് കടന്നത്. കഴിഞ്ഞ 1.5 മാസമായി മണ്ഡലത്തിലെ പാർട്ടികളിലും സ്ഥാനാർത്ഥികളിലും അണികളിലും ഉണ്ടായിരുന്ന ആവേശം അതുപോലെ തന്നെ വോട്ടർമാരിലും ഉണ്ടായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കനത്ത പോളിംഗാണ് ഇത്തവണ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായത്. മഴ പെയ്യാത്തതും പോളിംഗ് ശതമാനം കൂടാൻ ഒരു കാരണമായി. ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് തന്നെ പോളിംഗ് ശതമാനം 50% കഴിഞ്ഞിരുന്നു. അതേസമയം വോട്ടിംഗ് മെഷീൻ തകരാറിലായത് മണ്ഡലത്തിലെ പലയിടങ്ങളിലും വോട്ടിംഗ് ഏറെ വൈകിപ്പിച്ചു. കടുത്തുരുത്തി മണ്ഡലത്തിലെ 129 നമ്പർ ബൂത്തിൽ യന്ത്രം തകരാറിലായി. തുടർന്ന് പുതിയ യന്ത്രം എത്തിച്ച് വോട്ടിംഗ് തുടർന്നുവെങ്കിലും അതും തകരാറിലാവുകയായിരുന്നു. പിന്നീട് കോട്ടയത്ത് നിന്നും പുതിയ യന്ത്രം എത്തിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. മുണ്ടക്കയം ഇഞ്ചാനിയൽ ബൂത്ത്, കടുത്തുരുത്തി നീഴൂർ ബൂത്ത് എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി. വൈക്കത്ത് വോട്ട് ചെയ്യാനായി തിരിച്ച 84-കാരി ഓട്ടോയിലേക്ക് കയറുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി ജില്ലയിലുടനീളം 3250-ലധികം സേനാംഗങ്ങളെയാണ് വിന്യസിച്ചിരുന്നത്. ജില്ലയിൽ 1564 പോളിംഗ് ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 116 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ തോമസ് ചാടിക്കാടൻ കോട്ടയം SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 7:30 തന്നെ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി VN വാസവൻ പാമ്പാടി MGM ഹൈസ്കൂളിലും NDA സ്ഥാനാർത്ഥി PC തോമസ് ഇളംകുളം പഞ്ചായത്ത് ഓഫീസിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. ജോസ് കെ മാണി MP പാലായിലെ സെന്റ് തോമസ് സ്കൂളിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ രാത്രി വൈകിയും പോളിംഗ് തുടർന്നതോടെ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. നല്ല വിജയപ്രതീക്ഷയിലാണ്. യാതൊരു സംശയവും വേണ്ട, വിജയിക്കും. ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്, ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ ബൂത്തുകളിലും പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 2014 കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 73.6% പോളിംഗ് ആയിരുന്നു നടന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി 1,20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനതാദൾ എസിന്റെ മാത്യു തോമസിനെ പരാജയപ്പെടുത്തി വിജയം ആവർത്തിക്കുകയായിരുന്നു. ആകെ പോൾ ചെയ്തതിൽ 50%-ലേറെ വോട്ടും ജോസ് കെ മാണിക്കാണ് ലഭിച്ചത്. 2009 സിറ്റിംഗ് MP കൂടിയായ സുരേഷ് കുറുപ്പിനെ 50%-ലേറെ വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു ജോസ് കെ മാണി LDF-ൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിച്ചതും. ആ മുന്നേറ്റം തന്നെ ഇത്തവണയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. കഴിഞ്ഞ 1.5 മാസമായി പാർട്ടികളിലും സ്ഥാനാർത്ഥികളിലും അണികളിലും ഉണ്ടായിരുന്ന അതേ ആവേശം തന്നെ ഇത്തവണ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരിലുമുണ്ടായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കനത്ത പോളിംഗാണ് ഇത്തവണ ഈ മണ്ഡലത്തിലുണ്ടായത്. എന്നാൽ ഈ മുന്നേറ്റം എല്ലാ പാർട്ടികളും അവരുടെ സ്വന്തമാക്കി കഴിഞ്ഞു. LDF-ഉം BJP-യുമാകട്ടെ ഇത് തങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഇത് തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF-ന്റെ ക്യാമ്പ്.